ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനമുള്ള ശ്രോതാക്കളെ, മനുഷ്യനെ അലട്ടുന്ന ഒരു ഗൗരവമായ ഒരു കാര്യം, ഒരു വിഷമകരമായ ഒരു കാര്യമാണ് അശ്രദ്ധ എന്നത്. അതിൻ്റെ ഗൗരവം എന്തുമാത്രമാണ് എന്ന് നാം ഓരോരുത്തർക്കും അറിയുന്നതാണ്. ഇപ്പോൾ കുടുംബം നോക്കാത്ത ഗൃഹനാഥന്മാർ, കുട്ടികൾ, പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത കുട്ടികൾ, തൊഴിലിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത ആളുകൾ, ഇങ്ങനെ തുടങ്ങി നിരവധി നാം അതിന് പറയാം, അല്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടാണ്, പഠിക്കാൻ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, അവർക്ക് എപ്പോഴും മടിയാണ് എന്നൊക്കെ പരാതി പറയുന്ന മാതാപിതാക്കളെ കാണാം. കുടുംബം നോക്കാത്ത ഗൃഹനാഥന്മാർ, ഭർത്താക്കന്മാരെ പറ്റി അവർക്ക് കുടുംബം നോക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധയില്ല, അവർ അശ്രദ്ധമായി നടക്കുകയാണ് എന്ന് പരാതി പറയുന്ന ഭാര്യമാരെയും നമുക്ക് കാണാവുന്നതാണ്. ജോലികൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, ജോലിക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല, അശ്രദ്ധമായി നടക്കുകയാണ്, സമയങ്ങൾ പാഴാക്കി കളയുകയാണ്. ഇങ്ങനെയെല്ലാം നിരവധി കാരണങ്ങളും കാര്യങ്ങളും പരാതി പറയുന്നവരെ നാം കാണുന്നുണ്ട്. നമുക്കിടയിൽ അങ്ങനെ ധാരാളമുണ്ട്. ഇതാണ് ഇത്രയേറെ അശ്രദ്ധ എന്നത് ചെറിയൊരു കാര്യമല്ല, ഗൗരവമേറിയ കാര്യമാണ് എന്ന് പറഞ്ഞതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഏത് കാര്യമായാലും, കുടുംബമായാലും, തൊഴിലായാലും, പഠനമായാലും, സമയങ്ങളായാലും, ജീവിതകാര്യങ്ങൾ മുഴുവനിലും എല്ലാ കാര്യത്തിലും വരുന്ന ഒരു കാര്യമാണ് അശ്രദ്ധ എന്നത്. അപ്പോൾ ഈ അശ്രദ്ധ എന്നത് മാറി ശ്രദ്ധ ഉണ്ടാകുവാൻ വേണ്ടി നാം നെട്ടോട്ടം ഓടുകയാണ്, അല്ലേ? ഓരോ മനുഷ്യരും അവരുടെ ആ ബുദ്ധിമുട്ട്, എന്ത് കാര്യത്തിനുള്ള ആ അശ്രദ്ധ ഒന്ന് മാറിക്കിട്ടാൻ, അവർക്ക് എന്ത് കാര്യത്തിനും ഒരു ശ്രദ്ധാലുക്കളായി വേണ്ട പോലെ കാര്യങ്ങൾ നല്ല രീതിക്ക് നടത്തിക്കൊണ്ടുപോകാൻ, ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ മനുഷ്യന്മാർ പെടാപ്പാടുപെടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ചിലർക്ക് ഇത് ഒരു ബുദ്ധിമുട്ട് കാരണം ഇതിൻ്റെ കാഠിന്യത അസഹ്യമായിട്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇതിന് പരിഹാരം തേടി ധാരാളം നടക്കുന്നുണ്ട് മനുഷ്യന്മാർ. അതിന് സമ്പത്ത് ചിലവാക്കുന്നുണ്ട്, സമയങ്ങൾ ചിലവാക്കുന്നുണ്ട്. എവിടെ പോയാലാണ് ഇതിനൊക്കെ ഒരു മാറ്റം കിട്ടുക, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു മാറ്റം കിട്ടുക, വീട്ടിലുള്ളവർ അവരുടെ കാര്യങ്ങൾ, കുട്ടികളായാലും മുതിർന്നവരായാലും അവരുടെ കാര്യങ്ങളിലൊക്കെ വേണ്ട പോലെ ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ള രീതിക്ക്, കുടുംബം നോക്കണം, നന്നായിട്ട് പഠിക്കണം എന്നതിനൊക്കെ വേണ്ടി മനുഷ്യൻ നിരന്തരം അതിന് പരിഹാരം തേടി സമ്പത്തും സമയവും അധ്വാനമൊക്കെ ചിലവാക്കുന്നവർ ധാരാളം നാം കാണുന്നുണ്ടല്ലേ? ഇതിനെല്ലാം ഒരു പരിഹാരം